സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുകയുണ്ടായി. സുപ്രീം കോടതിയിൽ ഇക്കാര്യം CPIMൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനും കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. 50 ലക്ഷത്തോളം വോട്ടർമാരെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു, നേരത്തെ ചെയ്തതുപോലെ ഇവരുടെ ഹർജി വാങ്ങി അതിന്മേൽ നിങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് SIR സമയം നീട്ടി നൽകണം. ആ സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഞങ്ങളൊരു കത്ത് CEO-വിന് നൽകിയിട്ടുള്ളത്. ഇതിലെ പ്രശ്നമെന്തെന്ന് ചോദിച്ചാൽ, ബൂത്ത് ലെവൽ ഓഫീസർമാർ 23,40,000 വരുന്ന വോട്ടുകളുടെ കാര്യത്തിൽ മാപ്പ് ചെയ്യാതെയാണ് ഡിജിറ്റലൈസ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ രക്ഷിതാക്കളുടെ അവർക്ക് വോട്ടുണ്ടോ എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളടങ്ങുന്ന രേഖകൾ എന്യൂമറേഷൻ ഫോറത്തോടൊപ്പം നൽകിയിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെ നോൺ മാപ്പിംഗ് ആയിട്ടുള്ള എന്യൂമറേഷൻ ഫോറം റിജക്റ്റ് ചെയ്യപ്പെടും, വോട്ടർ പട്ടികയിൽ പേരുണ്ടാവില്ല. അങ്ങനെ 23,40,000 വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വന്നാൽ അതിനോടൊപ്പമാണ് കണ്ടെത്താൻ കഴിയാത്തവരടക്കമുള്ള 25 ലക്ഷം പേരും ചേരുക. മൊത്തം ഏതാണ്ട് 50 ലക്ഷത്തോളം വരും. ഇതൊരു ഗൗരവമായ വിഷയമാണ്. മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കണ്ടെത്താൻ കഴിയാത്ത 25 ലക്ഷം പേരിൽ 6,44,000 മരണപ്പെട്ടവരായി പറയുന്നത്. ആ മരണപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ തദ്ദേശ വകുപ്പുമായി അവിടെയുള്ള മരണ രജിസ്റ്ററുമായി ഒത്തുനോക്കിയിട്ടുമില്ല. അത് ഒത്തുനോക്കാതെ അത് ശരിയാണോ എന്ന് പരിശോധിക്കാതെ വോട്ടർ പട്ടികയിൽ നിന്ന് മരണപ്പെട്ടവരായി കണക്കാക്കി റിജക്റ്റ് ചെയ്താൽ അത് വസ്തുനിഷ്ഠമാവില്ല. മാത്രമല്ല, ഈ 177 നമ്പർ തൃക്കരിപ്പൂരിലെ പോളിംഗ് സ്റ്റേഷനിൽ നോർത്ത് തൃക്കരിപ്പൂർ ALP സ്കൂളിൽ ഒരു പ്രാഥമികമായി ഈ ലിസ്റ്റിലുള്ള പേരുകൾ പരിശോധിച്ചപ്പോൾ ചിലയാൾ ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. അവർ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് അവധിക്ക് പലരും നാട്ടിൽ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ കഴിയാത്തവർ എന്ന് പറയുന്നവരുടെ കാര്യത്തിൽ എല്ലാ രേഖകളോടും കൂടി എന്യൂമറേഷൻ ഫോറം ഡിജിറ്റലൈസ് ചെയ്ത് ഇലക്ഷൻ കമ്മീഷന് അയക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിർദ്ദേശം പരിഗണിക്കുകയും SIR സമയം നീട്ടുകയും വേണം. മരണപ്പെട്ടവരുടെ അംഗസംഖ്യ സംബന്ധിച്ച് സംശയമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കേരളത്തിലെ രേഖകൾ തെളിയിക്കുന്നത്. ഡിസംബർ 6-ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ റിവ്യൂ മീറ്റിങ്ങിൽ വിതരണം ചെയ്ത ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ രേഖപ്രകാരം 6.11 ലക്ഷം പേരാണ് മരണപ്പെട്ടത്. 9 ദിവസം കഴിഞ്ഞ് ഡിസംബർ 15-ന് യോഗം ചേർന്നപ്പോൾ അത് 6.44 ലക്ഷമായി വർദ്ധിച്ചു. 9 ദിവസത്തിനകം 33,000 ആളുകൾ കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ? അത് ഇലക്ഷൻ കമ്മീഷനാണ് വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് സുതാര്യമായ വിധത്തിൽ, ഒരാൾക്കും വോട്ട് നഷ്ടപ്പെടാത്ത വിധത്തിൽ
അർഹരായ എല്ലാവരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് SIRൻ്റെ നടപടിയുമായി മുന്നോട്ട് പോകണം. SIR പൗരത്വ രജിസ്റ്റർ പോലെയുള്ള ഒരു രേഖയാക്കി മാറ്റാനാണ് കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ ഘട്ടത്തിൽ SIR കൊണ്ടുവരേണ്ട കാര്യമില്ല.